താനും കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയാണെന്നും അതിനുത്തരവാദികളിൽ ഒരാൾ രാഹുൽ ഈശ്വറാണെന്നും ഹണി റോസ് പറയുന്നു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പരാതി വിവരം പങ്കുവച്ചത്. രാഹുൽ ഈശ്വറും ബോബിയുടെ PR ഏജൻസികളും ആക്രമിക്കുകയാണ്. രാഹുൽ ഈശ്വർ മാപ്പർഹിക്കുന്നില്ല. സംഘടിത കുറ്റകൃത്യമാണിവർ ചെയ്യുന്നതെന്നും നടി പറയുന്നു. നേരത്തെ ചർച്ചകളിൽ ഹണിക്കെതിരെ രാഹുൽ ഈശ്വർ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ജനങ്ങളെ തനിക്കെതിരെ തിരിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഇതെല്ലാമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുലിനെതിരെ സെൻട്രൽ പോലീസിൽ പരാതി നൽകിയതായാണ് വിവരം. എന്നാൽ ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് പറയുകയോ ആഭാസം പറയുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭിപ്രായം. ഹണി റോസ് വിമർശനത്തിന് അതീതയൊന്നും അല്ലല്ലോ. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അതിനിടെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. ബോബി നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. യൂട്യൂബ് ചാനലിൽ നടത്തിയിട്ടുള്ള മറ്റു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കോടതിയിൽ ഹാജരാക്കി ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യത്തെ എതിർക്കും. മറ്റു ചിലരോടും ബോബി ചെമ്മണ്ണൂർ സമാന രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതായി പോലീസ് മനസ്സിലാക്കുന്നു. ഇവരിൽ ആരെങ്കിലും പരാതി നൽകിയാൽ FIR ഇടാനാണ് നീക്കം. ഇതോടൊപ്പം ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് മൊഴിയെടുക്കുക. ഇതുപ്രകാരം കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതും പോലീസിന്റെ പരിഗണനയിലാണ്. നിലവിൽ BNS പ്രകാരം ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യത്തിന് സെക്ഷൻ 75 പ്രകാരവും IT നിയമം 67 പ്രകാരവുമാണ് ചെമ്മണ്ണൂരിനെതിരെയുള്ള കേസ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.